കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ കേരളത്തിന് വിജയം. സംസ്ഥാനത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു. അതേസമയം ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളവും കേന്ദ്രവും തമ്മിൽ വെള്ളിയാഴ്ച ചർച്ച നടത്തുകയും ചെയ്യും. ജിൽബി തോമസൺ വിവരങ്ങൾ നൽകും. കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കണമെങ്കിൽ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഒരു ഉപാധിയായിരുന്നു കേന്ദ്രം മുമ്പോട്ട് വെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അതായത് കേന്ദ്രത്തിനെതിരെ കേരളത്തിന് സ്യൂട്ട് ഹർജി നൽകാൻ അധികാരമുണ്ടെന്നും ആ അധികാരത്തെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ നിബന്ധനകളില്ലാതെ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെ ഇത്തരത്തിൽ കടമെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ 13,608 കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചെങ്കിലും ഈ ഒരു പ്രതിസന്ധി, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അതിനൊരു പരിഹാരമാവില്ല എന്നും അതിനാൽ തന്നെ 15,000 കോടി രൂപ കൂടി ഉടൻ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ഒരു ആവശ്യം കേരളം കോടതിയിൽ മുമ്പോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യത്തിൽ ഇരുവിഭാഗവും, അതായത് കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തി ഉടൻ തന്നെ തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, കേരളം ഇന്ന് വാദിച്ചപ്പോഴൊക്കെ ചൂണ്ടിക്കാണിച്ചത്, അതായത് സൗജന്യമായിട്ട് പണം നൽകണമെന്നല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകണമെന്ന ഒരു ആവശ്യം ആണ് കേരളം മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ താരതമ്യപ്പെടുത്തുന്നതിന് ഒരർത്ഥമില്ല എന്നും ഇന്ന് കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതായത് നേരത്തെ ഡിസംബർ 6-നായിരുന്നു ഇത്തരത്തിൽ 26,000 കോടി രൂപ വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ കേരളത്തിന് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കേരളം സമീപിക്കുകയും വലിയ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും ചർച്ചകളിലൂടെയൊക്കെ പരിഹരിക്കാൻ സുപ്രീം കോടതി പോലും നിർദ്ദേശിച്ചിട്ടും കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം മുമ്പോട്ട് വരുന്നതല്ലാതെ ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. എന്നാൽ പോലും കേന്ദ്രം ഇതിൽ പറഞ്ഞിരുന്നത്, ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടരുത്, ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത്, കാരണം നിയമ പോരാട്ടവുമായി മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ മുമ്പോട്ട് വരുമെന്നുള്ള ആശങ്കയൊക്കെ കേന്ദ്രം മുമ്പോട്ട് വെച്ചിരുന്നു. എന്തായാലും കേരളം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരളം നടത്തിയ ആ നിയമ പോരാട്ടത്തിന്റെ ഒരു വിജയമാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിലൂടെ ലഭിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജിൽബി തോമസാണ് വിവരങ്ങൾ നൽകിയത്.